കമ്പനികളെ ആണെങ്കിൽ അതിന്റെ രൂപീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം ചാർട്ടേഡ് കമ്പനി, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, രജിസ്റ്റേർഡ് കമ്പനി, ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്, അറിയാമല്ലോ. അതായത് ചാർട്ടേഡ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കമ്പനി ഫോംഡ് ഓൺ ദ ബേസ് ഓഫ് ദ പ്രൊക്ലമേഷൻ ഓഫ് കിങ് ഓർ ക്യൂൻ. രാജാവിന്റെ അല്ലെങ്കിൽ രാജ്ഞിയുടെ വിളംബര പ്രകാരം രൂപീകരിച്ചിട്ടുള്ള കമ്പനികളാണ് ചാർട്ടേഡ് കമ്പനി. എക്സാമ്പിള് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതുപോലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തുടങ്ങിയവ ഇതിന് എക്സാമ്പിൾ ആണ്. ഇങ്ങനെയുള്ള ചാർട്ടേഡ് കമ്പനി ആണെങ്കിൽ ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇങ്ങനെയുള്ള കമ്പനികൾ നിലവിലില്ല. ഇനി മറ്റൊന്നാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറഞ്ഞാൽ ദീസ് കമ്പനീസ് ആർ ഫോംഡ് ഓൺ ദ ബേസ് ഓഫ് പാസിംഗ് സ്പെഷ്യൽ ആക്ട് ഇൻ പാർലമെന്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ്സ്. ഇന്ത്യൻ പാർലമെന്റില് അല്ലെ സംസ്ഥാന നിയമസഭകളിൽ പ്രത്യേക നിയമം കൊണ്ടുവന്ന് അതിൻ പ്രകാരം രൂപീകരിച്ചിട്ടുള്ള സ്ഥാപനങ്ങളെയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറയപ്പെടുന്നു. IDBI അല്ലെങ്കിൽ LIC അല്ലെങ്കിൽ RBI ഇതെല്ലാം സ്റ്റാറ്റ്യൂട്ടറി കമ്പനികളാണ്. ആക്ച്വൽ ആയിട്ടുള്ള രജിസ്റ്റേർഡ് കമ്പനി അല്ലെങ്കിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ 1956 ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനികളെയാണ് നമ്മൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ എന്ന് പറയുന്നത്.